ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആയിരുന്നു. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററും പിന്നെ മെത്തേഡ്സ് ഓഫ് മൊമെന്റ്സും. അപ്പോൾ ഇനി അത് മെത്തേഡ് മാത്രമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇനി അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അതിൻ്റെയാണ് നോക്കുന്നത്, എസ്റ്റിമേറ്റർ. ഓക്കെ, അപ്പോൾ ഫൈൻഡ് അതിന് നമ്മൾ MLE എന്നാണ് ഷോർട്ട് ആക്കി പറയാന്ന് പറഞ്ഞു, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് MLE ഓഫ് ലാംഡ ബേസ്ഡ് ഓൺ എ റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം എ പേഴ്സൺ പോപ്പുലേഷൻ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ MLE എന്ന് ഉണ്ടാവുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് ഫോംസ് ഒക്കെ നോക്കി വെക്കണം. അപ്പോൾ ലാംഡയുടെ പേഴ്സൺ പോപ്പുലേഷന്റെ ലാംഡയുടെ MLE കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പേഴ്സൺ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പേഴ്സൺ അല്ലെങ്കിൽ നോർമൽ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഏതാണ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അത് തന്നിട്ടുണ്ടാവില്ല, അത് അറിഞ്ഞാലേ നമുക്ക് ഈ ഫംഗ്ഷൻ അറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഓരോ പോപ്പുലേഷന്റെ പേരും അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അതും ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ സൈഡിൽ എങ്ങാനും എഴുതി വെക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരും. ഓക്കെ, അത് പഠിക്കുക. എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുള്ളൂ, നോർമൽ അല്ലെങ്കിൽ പേഴ്സൺ അങ്ങനെ പേര് മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് MLE കണ്ടുപിടിക്കണം. MLE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലിനെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമം ആക്കുന്ന സാധനം. അപ്പൊ ഇവിടെ ലാംഡയുടെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, അതിന് മുമ്പ് ലെറ്റ് x1 x2 എക്സ്ട്രാ റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം പേഴ്സൺ പോപ്പുലേഷൻ. അവിടുത്തെ PDF എന്ന് പറയുന്നത് ലാംഡ റേസ് ടു x ബൈ x ഫാക്ടോറിയൽ ആണ്. ഇനി അവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എടുക്കും. അപ്പൊ ലാംഡ റേസ് ടു x1 ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ into ലാംഡ റേസ് ടു ലാംഡ റേസ് ടു x2 ബൈ x2 ഫാക്ടോറിയൽ എക്സെട്രാ ലാംഡ റേസ് ടു xn ബൈ xn ഫാക്ടോറിയൽ. അപ്പൊ ഇത് എടുക്കുമ്പോൾ നമുക്ക് ചെയ്തു വരുമ്പോൾ ഇത് ലാംഡ n ടൈംസ് ഉണ്ടല്ലോ, അപ്പൊ m ലാംഡ ഇത് സം ആയിട്ട് മാറും. ലാംഡ റേസ് ടു സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്രാ xn ഫാക്ടോറിയൽ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മള് എല്ലിന്റെയും ലോഗ് എല്ലിന്റെയും മാക്സിമം വാല്യൂ ഏകദേശം ഒരുപോലെയാണ് വരിക. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിന് എല്ലിന് പകരം ലോഗ് എൽ എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ എളുപ്പത്തിന് ലോഗ് എല്ലാണ് കാണുന്നത്. അപ്പൊ ലോഗ് എൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എന്ത് വരും, n ലാംഡയുടെ ലോഗും ഇയും ക്യാൻസൽ ചെയ്ത് പോയി -n ലാംഡ പ്ലസ് സമ്മേഷൻ xi ലോഗ് ലാംഡ മൈനസ് ലോഗ് ഓഫ് ഈ പ്രൊഡക്റ്റ്. അത് ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ലോഗ് ഇ എന്നിട്ടാലും മതി. പിന്നെ നമ്മൾ ഈ MLE ആവാനുള്ള കണ്ടീഷൻ ഇന്നലെ പറഞ്ഞിരുന്നു. എല്ലാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ദോ എൽ ബൈ ദോ അവിടുത്തെ ഫംഗ്ഷൻ ഏതിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പൊ തീറ്റയുടെ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദോ എൽ ബൈ ദോ തീറ്റ 0 ആയിരിക്കണം. അതുപോലെ ദോ സ്ക്വയർ എൽ ബൈ ദോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0 ആയിരിക്കണം. ഇവിടെ നമ്മൾ ലാംഡയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ ഈക്വൽ ടു ലാംഡയാണ്. ഇവിടെ ലാംഡയുടെ MLE ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലിന് പകരം ലോഗ് എൽ എടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദോ ലോഗ് എൽ ബൈ ദോ ലാംഡ ഈക്വൽ ടു 0യും ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ ലാംഡ സ്ക്വയർ അത് ലെസ് ദാൻ 0യും ആവണം. ഓക്കെ, അപ്പൊ ആദ്യം ദോ ലോഗ് എൽ ബൈ ദോ ലാംഡ ഈക്വൽ ടു 0 ചെയ്യാണ്. അപ്പൊ ഇതിനെ ലാംഡ വെച്ചിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ലോഗ് ഈ 1 ആണ്, -n പ്ലസ് ഇത് ചെയ്യുമ്പോൾ സമ്മേഷൻ xi ബൈ ലാംഡ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 വരും. അപ്പൊ ഇത് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് -n ലാംഡ പ്ലസ് n x ബാർ ബൈ ലാംഡ. ഈ x ബാർ എങ്ങനെയാണ്, n x ബാർ വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ xi ബൈ n എന്ന് പറയുന്നത് x ബാർ ആണ്. അപ്പൊ അതിൽ നിന്ന് സമ്മേഷൻ xi എന്ന് പറയുന്നത് n x ബാർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ചെയ്തു വരുമ്പോൾ -n ലാംഡ പ്ലസ് n x ബാർ ബൈ ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ അതിൽ n പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് n ഇൻറ്റു എക്സ് ബാർ മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ഈക്വൽ ടു 0. അപ്പൊ ലാംഡ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് n ഇൻറ്റു
എക്സ് ബാർ മൈനസ് ലാംഡ ഈക്വൽ ടു 0. അതിൽ n ഒരിക്കലും 0 ആവില്ല, കാരണം n 0 ആവാൻ പറ്റില്ല. നമ്മൾ x1 x2 xn എന്ന് പറഞ്ഞിട്ട് n വേരിയബിൾസ് n സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അപ്പൊ n ന് 0 ആവാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എക്സ് ബാർ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നാണ് ചെയ്തു വരുമ്പോൾ കിട്ടുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എക്സ് ബാർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. നമുക്ക് ലാംഡയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ ഇപ്പോൾ എക്സ് ബാറിന് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ ലാംഡ സ്ക്വയർ ലെസ് ദാൻ 0 ആണോ എന്ന് നോക്കണം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ലാംഡ വെച്ചിട്ട്. അപ്പൊ ഇത് 0 ആയി. ഇവിടെ മൈനസ് സമ്മേഷൻ എക്സ് ഐ ബൈ ലാംഡ സ്ക്വയർ. അപ്പൊ ഇത് മൈനസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ലെസ് ദാൻ 0 ആണ് എന്തായാലും. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ലാംഡയുടെ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സ് ബാർ കിട്ടി. അപ്പൊ എക്സ് ബാർ ആണ് നമ്മൾ റിക്വയർഡ് MLE. ഓക്കെ, അപ്പൊ MLE കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ MLE എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പൊ അവിടുത്തെ ചിലപ്പോ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവില്ല, ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ എഴുതി വെക്കാനും പഠിക്കാനും പറയുന്നത്. ചിലപ്പോ തന്നിട്ടുണ്ടാവും. സാധാരണഗതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇപ്പൊ പോസോ നോർമൽ അങ്ങനത്തെ ഒക്കെ പഠിച്ചിട്ടുള്ള പോപ്പുലേഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ തരാൻ ചാൻസ് ഇല്ല. അതല്ലാണ്ട് വേറെ ഉള്ള ഫംഗ്ഷൻ ഇതുപോലത്തെയൊക്കെയാണെങ്കിൽ തരും. അപ്പോ ആദ്യം തന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണാം, അതായത് പ്രൊഡക്റ്റ് എടുത്തിട്ട് കാണാം. പിന്നെ നമ്മൾ ലോഗാണ് കൂടുതലായിട്ട് പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ലോഗല് കാണാം. പിന്നെ ഏതിന്റെ ആണോ പറഞ്ഞേക്കണേ, ഇപ്പൊ തീറ്റയുടെ ആണെങ്കിൽ തീറ്റ, അല്ലെങ്കിൽ ലാംഡയുടെ ആണെങ്കിൽ ലാംഡ. ദോ ലോഗ് എൽ ബൈ ദോ ലാംഡ കാണുക. അത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ ലാംഡ സ്ക്വയർ, അതിന് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അത് നെഗറ്റീവ് നമ്പർ ആണോ ലെസ് ദാൻ 0 ആണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ദോ ലോഗ് എൽ ബൈ ദോ ലാംഡ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. അതായിരിക്കും നമുക്ക് വേണ്ട MLE. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഈ പോപ്പുലേഷൻ തന്നിട്ടുണ്ട് 1 ബൈ തീറ്റ ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ തീറ്റ. തീറ്റയുടെ MLE ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി. പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ. അപ്പൊ 1 ബൈ തീറ്റ ഇ റൈസ് ടു x1 ബൈ തീറ്റ ഇൻറ്റു 1 ബൈ തീറ്റ ഇ റൈസ് ടു മൈനസ് x2 ബൈ തീറ്റ എക്സിട്ര. അപ്പൊ 1 ബൈ തീറ്റ റൈസ് ടു n ഇ റൈസ് ടു മൈനസ് സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ ആണ്. അതായത് ആക്ച്വലി ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ റൈസ് ടു n ആണ്. ലോഗ് എല്ലാം എടുക്കുമ്പോൾ ലോഗ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആണ്. അപ്പൊ ആദ്യം ഇയും ലോഗും ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ ലോഗ് ഈ 1 ആണ് മൈനസ് ഇതിന്റെ ചെയ്യുമ്പോൾ തീറ്റ റൈസ് ടു എന്നിന്റെ ലോഗ് എടുക്കുമ്പോൾ n ലോഗ് തീറ്റ എന്നാണ് വരിക. ഓക്കെ, ഇനി ഇനി നമ്മള് ദോ ലോഗ് എൽ ബൈ ദോ തീറ്റ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പോയിട്ട് സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ സ്ക്വയർ മൈനസ് n ബൈ തീറ്റ ഈക്വൽ ടു 0. അപ്പൊ 1 ബൈ തീറ്റ കോമൺ എടുക്കുമ്പോൾ സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ മൈനസ് n ഈക്വൽ ടു 0. തീറ്റനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ ബൈ n ഈക്വൽ ടു 0. ഇനി സമ്മേഷൻ എക്സ് ഐനെ നമ്മൾ nx ബാർ എന്ന് കൊടുത്തു. nx ബാർ മൈനസ് തീറ്റ മൈനസ് n ഈക്വൽ ടു 0. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. nx ബാർ മൈനസ് n തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 0. വീണ്ടും തീറ്റ ഇപ്പുറത്തേക്ക് എടുത്തു. തീറ്റ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ nx ബാർ മൈനസ് n തീറ്റ ഈക്വൽ ടു 0. n കോമൺ എടുത്തു. അപ്പൊ x ബാർ മൈനസ് തീറ്റ ഈക്വൽ ടു 0. n 0 ആവില്ല. അപ്പൊ x ബാർ മൈനസ് തീറ്റ ആയിരിക്കും 0. അപ്പൊ നമുക്ക് തീറ്റ ഈക്വൽ ടു x ബാർ എന്ന് കിട്ടി. ഇനി നമ്മൾ ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ തീറ്റ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് 2 സമ്മേഷൻ എക്സ് ഐ ബൈ തീറ്റ ക്യൂബ് പ്ലസ് n ബൈ തീറ്റ സ്ക്വയർ. അപ്പൊ ഈ സമ്മേഷൻ എക്സ് ഐ വലിയ നമ്പർ ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് സംഖ്യയാണ് വരിക. ഇതിനേക്കാളും വലിയ നമ്പർ ആണ് വരിക. ഇത് 2 ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ഒക്കെ ഉണ്ട്. അപ്പൊ അതെന്തായാലും ലെസ് ദാൻ 0 ആണ് വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എക്സ് ബാർ ആയിരുന്നു റിക്വയർഡ് MLE. ഓക്കെ, ഒന്നുമില്ല, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടു, ലോഗ് കണ്ടു. ഇവിടെ തീറ്റ ആയിരുന്നു, തീറ്റയുടെ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് വെച്ചിട്ട് പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്യുക ലോഗ് എല്ലിനെ. ദോ ലോഗ് എൽ ബൈ ദോ തീറ്റ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക.
ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ തീറ്റ സ്ക്വയർ. അതായത് മറ്റേതിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് നെഗറ്റീവ് നമ്പർ ആണോ നോക്കുക. ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടിയ അതായിരിക്കും MLE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫൈൻഡ് MLE ഓഫ് ബൈനോമിയൽ പോപ്പുലേഷൻ. അപ്പൊ ബൈനോമിയൽ ആണ് തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ f(x) തന്നിട്ടുണ്ട്. NCX p raised to x 1 minus p raised to n minus x. അപ്പോൾ let x1 x2 extra random sample taken from population. പോപ്പുലേഷൻ ഇതാ, അതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇതാണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണുന്നു. ഫസ്റ്റ് നമ്മൾ അതാണ് കാണേണ്ടത്. അപ്പോൾ അത് NCX1 p raised to x1 1 minus p raised to n minus x1 into NCX2 p raised to x2 1 minus p raised to n minus x2 extra അങ്ങനെ വരും. അപ്പൊ അത് ഒരുമിച്ചാക്കുമ്പോൾ NCX1 into NCX2 into extra NCXN p raised to പവർ ആയതുകൊണ്ട് സമ്മേഷൻ xi 1 minus p raised to ഇത് n എന്ന് പറയുന്നത് n ടൈംസ് വരും. n minus summation xi. ഓക്കെ, ഇനി log L കാണുന്നു. log of this function plus nx bar log p plus n into n കോമൺ എടുത്തു. ഇവിടെ നമ്മൾ സമ്മേഷൻ xi നെ nx bar എന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതി. എന്നിട്ട് ഈ രണ്ട് n കോമൺ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ n minus x bar എന്ന് വരും. n minus x bar log 1 minus p. ഇനി നമ്മൾ പിയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ p വെച്ചിട്ട് ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു പിയിൽ ചെയ്യുമ്പോൾ 0 ആണ്. ഇവിടെ ചെയ്യുമ്പോൾ nx bar by p plus n into n minus x bar divided by 1 minus p into 1 minus p യുടെ ഡെറിവേറ്റീവ്. ഇത് ലോഗിന്റെ ആണ് ചെയ്തത്. ലോഗ് x ആണ് 1 by x. അതായത് ലോഗിന്റെ ചെയ്യുമ്പോൾ 1 by 1 minus p into 1 minus p യുടെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ -1. അപ്പൊ അത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്നിട്ട് ഇത് n കോമൺ എടുത്തു. അപ്പൊ x bar by p minus n minus x bar divided by 1 minus p. അപ്പൊ n 0 അല്ല, p ഫംഗ്ഷൻ ആയിരിക്കും 0. x bar minus p minus n minus x bar divided by 1 minus p equal to 0. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1 minus p into x bar minus n minus x bar p divided by p into 1 minus p equal to 0. അപ്പൊ x bar minus px bar minus np minus x bar p. അത് ഇത് ഇപ്പുറത്തേക്ക് എടുത്തു. p into 1 minus p ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ x bar p ക്യാൻസൽ ചെയ്ത് പോയിട്ട് x bar minus np equal to 0. x bar equal to np. നമുക്ക് p യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. p equal to x bar by n കിട്ടും. ഓക്കെ, ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണോ നോക്കണം. അപ്പൊ ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ പി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് nx bar by p സ്ക്വയർ പ്ലസ് n into n minus x bar by 1 minus p സ്ക്വയർ into -1 ആണ് കിട്ടുക. രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുക. അതപ്പോൾ ലെസ് ദാൻ 0 ആണ്. അപ്പൊ അതായത് ഇതാണ്ടോ നെഗറ്റീവ് ലെസ് ദാൻ 0 ആണ്. അപ്പൊ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള MLE എന്ന് പറയുന്നത് p യുടെ വാല്യൂ എത്രയാണോ x bar by n ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം, നാളത്തേക്ക് ചെയ്യണം. MLE കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. MLE ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ഇൻ കേസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമലിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1/√2 pi sigma e raised to minus 1/2 x minus mu by sigma square. അപ്പോ ഇതിന്റെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരാം. അപ്പൊ എങ്ങനെയാ ചെയ്യുക? മീനിന്റെ വേരിയൻസിന്റെയും കാണാം. അതായത് മീൻ എന്ന് പറയുന്നത് ഇവിടെ മ്യൂവും വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പൊ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണാം. അതായത് പ്രൊഡക്റ്റ് ഓഫ് ഇതായിട്ട് എഴുതുക. ആദ്യം മീനിന്റെ കാണാം. അപ്പോ മീൻ മ്യൂ ആണ്. അപ്പോ ലോഗ് എൽ കണ്ടുവയ്ക്കുക. എന്നിട്ട് ദോ ലോഗ് എൽ ബൈ ദോ മ്യൂ കാണുക. അപ്പൊ മ്യൂ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക പാർഷ്യലി. എന്നിട്ട് മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ മ്യൂ സ്ക്വയർ. അത് ലെസ് ദാൻ 0 ആണെന്ന് നോക്കുക. എന്നിട്ട് അപ്പോ മ്യൂയുടെ വാല്യൂ എത്രയാണോ കിട്ടിയത് അതായിരിക്കും മ്യൂവിന്റെ MLE. അടുത്തത് വേരിയൻസിന്റെയും കാണണം. അപ്പോ സിഗ്മ വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യണം. അതായത് ലോഗൽ ഒക്കെ ഒരു പ്രാവശ്യം കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ദോ ലോഗൽ ബൈ ദോ സിഗ്മ ചെയ്യണം.
അപ്പൊ എന്നിട്ട് സിഗ്മയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് സിഗ്മ കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ദോ സ്ക്വയർ ലോഗൽ ബൈ ദോ സിഗ്മ സ്ക്വയർ കാണുക, അത് ലെസ് ദാൻ 0 ആണ് നോക്കുക. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ ചെയ്ത സിഗ്മയുടെ വാല്യൂ ആയിരിക്കും ഈ വാരിയൻസിന്റെ കറസ്പോണ്ടിങ് MLE എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? മ്യൂ വെച്ചിട്ട് ലോഗലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് മ്യൂവിന്റെ വാല്യൂ കാണാം. ഒരു തവണയും കൂടെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ലെസ് ദാൻ 0 നോക്കുക. വേരിയൻസിന്റെ സിഗ്മ വെച്ചിട്ട് ലോഗലിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. സിഗ്മയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ലെസ് ദാൻ 0 ആണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ മ്യൂവിലും ചെയ്യണം, സിഗ്മയിലും ചെയ്യണം. മ്യൂവിന്റെ MLEയും കാണണം, വേരിയൻസിന്റെ അതായത് സിഗ്മയുടെ MLEയും കാണണം. ഓക്കെ, അത് ചെയ്തുകൊണ്ട് വരിക. ഇനി നമുക്ക് മൊമെന്റ്സിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു? പോപ്പുലേഷന്റെയും സാമ്പിളിന്റെയും മൊമെന്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എസ്റ്റിമേറ്റർ. ഓക്കെ, ഫൈൻഡ് ദി എസ്റ്റിമേറ്റ് ഫോർ ദി മീൻ ഓഫ് ബോസോൺ പോപ്പുലേഷൻ ബൈ മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. അപ്പൊ ബോസോൺ തന്നിട്ടുണ്ട്, ഇതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടില്ല, നമുക്കറിയാം e raised to minus lambda lambda raised to x by x factorial. കണ്ടോ, നേരത്തെ പ്രോബ്ലത്തിൽ തന്നു, ഇതിൽ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ ബൈ മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ ഇത് ലാംഡയുടെ ആണ് കാണേണ്ടത് കറസ്പോണ്ടിങ്. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഫസ്റ്റ് മൊമെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ m1 ഡാഷ് ഈക്വൽ ടു μ1 ഡാഷ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നലത്തെ മെത്തേഡിൽ അറിയാം പോപ്പുലേഷന്റെ ഇതും സാമ്പിളിന്റെ മ്യൂ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എം എന്ന് ഡിനോട്ട് ചെയ്യും, മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നൊക്കെ. അപ്പൊ m1 ഡാഷ് എന്ന് പറയുന്നത് ശരിക്കും mrth മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ mr ഡാഷ് എന്ന് പറയുന്നത് 1/n സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi raised to r ആണ്. അപ്പൊ ഇവിടെ r ഈക്വൽ ടു 1 ആണ്. അപ്പൊ ചെയ്യുമ്പോൾ 1/n സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi പവർ 1, അതായത് സമ്മേഷൻ xi. ഇതെന്ന് പറയുന്നത് സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതാണ് x ബാർ. അപ്പൊ m1 ഡാഷ് ഈക്വൽ ടു x ബാർ എന്ന് കിട്ടി. ഇനി അടുത്തത് μ1 ഡാഷ് കണ്ട. μ1 എന്ന് പറയുന്നത് അതായത് r ആണെന്നുണ്ടെങ്കിൽ μr ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x പവർ r ആണ് വരിക. അപ്പൊ ഇവിടെ 1 r ഈക്വൽ ടു 1 ആയതുകൊണ്ട് e പവർ e ഓഫ് x കണ്ടാൽ മതി. അപ്പൊ അതായത് സമ്മേഷൻ x f ഓഫ് x. അപ്പൊ സമ്മേഷൻ x ഇൻറ്റു e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x ബൈ x ഫാക്ടോറിയൽ. അപ്പൊ ഈ x ക്യാൻസൽ ചെയ്യാനായിട്ട് x ഫാക്ടോറിയലിനെ നമുക്ക് x ഇൻറ്റു x മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ x ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ശരിക്കും 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര x മൈനസ് 1 ഇൻറ്റു x ആണ്. അപ്പൊ അതിനെ നമുക്ക് x പുറത്തെടുത്തിട്ട് x മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് ഒന്നിച്ചെഴുതും. അപ്പൊ x ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ പോയിട്ട് e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x ബൈ x മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി e റേസ് ടു മൈനസ് ലാംഡ പുറത്തെടുക്കാം, കാരണം ഇവിടെ x ആണ് വേരി ചെയ്യുന്നത്. പിന്നെ ഒരു ലാംഡയെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ താഴെ x മൈനസ് 1 ആണ്, മുകളിൽ x ആണ്. അപ്പൊ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ പവറും x മൈനസ് 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലാംഡ പുറത്തേക്ക് എടുത്തു. അപ്പൊ ലാംഡയും e റേസ് ടു മൈനസ് ലാംഡയും പുറത്തേക്ക് എടുത്ത് പോയിട്ട് സമ്മേഷൻ 1 ആവും. ഇവിടെ 0 ആയിരുന്നു, ഇവിടെ 1 ആയി, ഒരെണ്ണം പുറത്തെടുത്തു. അപ്പൊ 1 to infinity ലാംഡ റേസ് ടു x മൈനസ് 1 ബൈ x മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി ഇത് നമ്മൾ എക്സിന് ഓരോ വാല്യൂ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം എക്സിന് 1 കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 2 കൊടുക്കുമ്പോൾ ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് പോകും. ഇതെന്ന് പറയുന്നത് ഇ റേസ് ടു ലാംഡയാണ്. ഇത് ഇ റേസ് ടു ലാംഡ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇ റേസ് ടു ലാംഡയാണ്. അപ്പൊ ഇ റേസ് ടു ലാംഡ മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 0 1 വരും. അപ്പൊ ലാംഡ എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ μ1 ഡാഷ് ലാംഡ എന്ന് കിട്ടി, m1 ഡാഷ് x ബാർ എന്നും കിട്ടി. അപ്പൊ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. നമുക്ക് ലാംഡയുടെ വാല്യൂ ആണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മൊമെന്റ് കണ്ടാൽ മതി. അപ്പൊ μ1 ഡാഷ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. അപ്പൊ μ1 ഡാഷ് ഈക്വൽ ടു m1 ഡാഷ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു x ബാർ എന്ന് കിട്ടി. അപ്പൊ ലാംഡയുടെ വാല്യൂ x ബാർ ആണ്. അപ്പൊ x ബാർ ആണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം MLEയിൽ ചെയ്തപ്പോഴും ലാംഡ ഈക്വൽ ടു x ബാർ ആയിരുന്നു ബോസോണിൽ കിട്ടിയത്. അപ്പൊ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുമ്പോഴും എസ്റ്റിമേറ്റർ സെയിം ആണ്.
കാരണം എസ്റ്റിമേറ്റർ കാണാനാണല്ലോ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് മെത്തേഡ് വെച്ച് ചെയ്താലും ഒറ്റ എസ്റ്റിമേറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എക്സ് ബാർ ആണ് ഇവിടുത്തെ ലാംഡയുടെ വാല്യൂ. ഓക്കെ, അപ്പോ ഇതിന്റെ ബാക്കി കൂടുതൽ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന ഹോംവർക്ക് MLE കാണാൻ, മ്യൂവിന്റെയും സിഗ്മയുടെയും MLE കണ്ടുപിടിച്ചുകൊണ്ട് വരിക. നാളെ തന്നെ അസൈൻമെന്റ് ആയിട്ട് വെക്കാം. ഓക്കെ, താങ്ക് യു.